ഞാൻ സ്ഥാനാർത്ഥി പവേർഡ് ബൈ എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജുവലേഴ്സ്. സംസ്ഥാനത്ത് എൻ.ഡി.എ മുന്നണി വിജയപ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. പാലക്കാട്ടെ ജനകീയ മുഖവും ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സി കൃഷ്ണകുമാറിനെയാണ് എൻ.ഡി.എ കളത്തിൽ ഇറക്കിയിരിക്കുന്നത്. പാലക്കാടിന് സ്വന്തമായി എയിംസ്, കാർഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരം തുടങ്ങിയ വിഷയങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് മണ്ഡലത്തിൽ കൃഷ്ണകുമാറിന്റെ പ്രചരണം പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ പ്രതീക്ഷകളും പ്രവർത്തനങ്ങളും സി കൃഷ്ണകുമാർ അമൃത വാർത്തകളോട് പങ്കുവച്ചു. കോട്ട പിടിക്കാൻ ബി.ജെ.പി നിശ്ചയിച്ചിരിക്കുന്നത് ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാലക്കാടിൻ്റെ ജനകീയ മുഖവുമൊക്കെ ആയിട്ടുള്ള സി കൃഷ്ണകുമാറിനെയാണ്. കൃഷ്ണകുമാരട്ടെ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. ചേട്ടാ നമസ്തേ, എങ്ങനെയുണ്ട് പ്രചരണം ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ ജനങ്ങളുടെ പ്രതികരണങ്ങൾ? നമ്മൾ വിചാരിച്ചതിലേക്കാട്ടും കൂടുതൽ നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന്. പ്രത്യേകിച്ച് അവർ രണ്ട് മുന്നണികളെയും തിരിച്ചറിഞ്ഞിരിക്കുക. രണ്ട് മുന്നണികളുടെയും എം.പിമാർ ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു പോയിട്ടും ഇവിടെ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല പാലക്കാടിന് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മോദി സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു എം.പി ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടണമെന്ന ഒരു ആഗ്രഹമാണ്. ഡൽഹിയിൽ പോയാൽ ഇവർ രണ്ടാളും ഒന്നാണെന്നും പൊതുജനങ്ങൾ വോട്ടർമാർ നമ്മളോട് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പിന്നീട് അവർ കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ നടന്ന വികസന പ്രവർത്തനങ്ങൾ അവർ നേരിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. അവരുടെയൊക്കെ വീടുകളിൽ മോദി സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു പദ്ധതി എത്തിയിട്ടുണ്ട്. വോട്ടർമാരാണ് നമ്മളോട് പറയുന്നത്, ഞാൻ ഇന്ന പദ്ധതിയുടെ ഗുണഭോക്താവാണ്, എനിക്ക് കുടിവെള്ള കണക്ഷൻ കിട്ടിയിട്ടുണ്ട്, എനിക്ക് ഉജ്ജ്വല യോജനയുടെ ഗ്യാസ് കണക്ഷൻ കിട്ടിയിട്ടുണ്ട്, കിസാൻ സമ്മാൻ പദ്ധതി കിട്ടിയിട്ടുണ്ട്, ഫസൽ ബീമാ യോജനയിൽ നിന്ന് എനിക്ക് 40,000 രൂപ കിട്ടിയിട്ടുണ്ട്, 60,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം അവരാണ് നമ്മളോട് പറയുന്നത്. കർഷകരുടെ വീടുകളിൽ പോയാൽ അവർ രണ്ട് മുന്നണികളോടുള്ള വലിയ രോഷം അവരുടെ ഭാഗത്തുണ്ട്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചോളം കാർഷിക ജില്ലയാണ്. കർഷക കുടുംബങ്ങൾ നിരവധിയുണ്ട്. അവർ പറയുന്നത് ഫസൽ ബീമാ യോജനയെ സംബന്ധിച്ചല്ല അവർ പറയുന്നത്, ഞങ്ങൾ യാതൊരു ഫോളോ അപ്പും ഇല്ലാതെ ഞങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് പൈസ വന്നിട്ടുണ്ട്. ഞങ്ങൾ കൃഷി ചെയ്യുന്നതിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ സൈറ്റിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് സാറ്റലൈറ്റ് വഴിക്ക് കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അപ്ഡേറ്റായി ഞങ്ങളറിയാതെ ഞങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരിക, മെസ്സേജ് വരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഇത്രയും സുതാര്യമായിട്ടുള്ള രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനമുണ്ട്. ഇവിടെ ഒരു മാറ്റം വേണമെന്നുള്ളത് അവരാഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കേന്ദ്ര സർക്കാർ പദ്ധതികൾ തന്നെയായിരിക്കും നിങ്ങൾ പ്രധാനമായിട്ട് ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന ഈ കാര്യങ്ങൾ. മറ്റെന്തെല്ലാം വിഷയങ്ങൾ പാലക്കാടിന് വേണ്ടിയിട്ട് ബി.ജെ.പി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ചേട്ടാ? പാലക്കാടിനെ സംബന്ധിച്ചോളം പാലക്കാട് നിരവധി പ്രശ്നങ്ങളുണ്ട്. വന്യമൃഗശല്യം, രൂക്ഷമായിട്ടുള്ള വന്യമൃഗശല്യം. മലയോര മേഖല, എടത്തനാട്ടുകര തൊട്ട് വാളയാർ വരെയുള്ള വനമേഖലയിൽ താമസിക്കുന്ന ആളുകൾ കാട്ടുപന്നിയുടെ, കാട്ടാനയുടെ, പുലിയുടെ എല്ലാം ശല്യം അനുഭവിച്ചുകൊണ്ടിരിക്കുക. യാതൊരുവിധ നടപടിയുമില്ല. നിരവധി ജീവനുകൾ പാലക്കാട് ജില്ലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ വളർത്തുമൃഗങ്ങളെ പുലി പിടിച്ചു കൊണ്ടുപോകുന്നു. ഒലവക്കോട് പാലക്കാട് നഗരത്തിനടുത്തുള്ള പാലക്കാടിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ജംഗ്ഷൻ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ഒലവക്കോട് വരെ പുലിയുടെ ശല്യം എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ ജനപ്രതിനിധികൾ നിശബ്ദമാണ്, ഇവിടുത്തെ ഭരണാധികാരികൾ നിശബ്ദമാണ്. ഇതിനെതിരായിട്ട് വലിയ രോഷമുണ്ട്. ആ വന്യമൃഗശല്യം വലിയൊരു പ്രശ്നമാണ്. അട്ടപ്പാടി പോലെയുള്ള മേഖലകളിലുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ പ്രശ്നം. പാലക്കാട് ജില്ലയിൽ കടുത്ത വേനൽ തുടങ്ങി. രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ജലജീവൻ മിഷൻ പദ്ധതി പോലും കൃത്യമായിട്ട് ഇവിടെ നടപ്പാക്കപ്പെടുന്നില്ല. ഇതെല്ലാം ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു. കേന്ദ്രം നൽകിയാലും ആ ആനുകൂല്യം ഞങ്ങൾക്ക് നൽകാൻ സംസ്ഥാന സർക്കാരോ ഇവിടുത്തെ ജനപ്രതിനിധികളോ തയ്യാറാവുന്നില്ല. ഇതിനെതിരായിട്ടുള്ള ഇത് ഞങ്ങൾ എടുത്തുകാട്ടുന്ന ഒരു പ്രചരണമാണ്. എനിക്ക് തോന്നുന്നു പാലക്കാട് എയിംസ് ഒക്കെ ബി.ജെ.പി മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു വാഗ്ദാനമായിരിക്കില്ല? തീർച്ചയായിട്ടും പാലക്കാട് മെഡിക്കൽ കോളേജ് നമ്മുടെ കൺമുന്നിലുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് തെരഞ്ഞെടുപ്പാവുന്ന സമയത്ത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാർ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പാവുന്ന സമയത്ത് താൽക്കാലികമായിട്ട് കിടത്തി ചികിത്സ തുടങ്ങാൻ പോവുകയാണ്. ഇലക്ഷൻ കഴിയുന്നത് വരെ ചികിത്സ നടത്താനുള്ള പരിപാടിയിലാണ് സംസ്ഥാന സർക്കാർ. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. പാലക്കാടത്തെ പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യമാണ് ഇവിടെ ഒരു ആധുനിക രീതിയിലുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അത് എയിംസിലൂടെ പാലക്കാടിന് നേടിയെടുക്കാൻ കഴിയും. ഞങ്ങൾ പാലക്കാട്ടത്തെ വോട്ടർമാർക്ക് ഉറപ്പ് നൽകുകയാണ്, പാലക്കാട് എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി ഇവിടെ ജനപ്രതിനിധി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പാലക്കാടിന് ആ എയിംസ് നേടിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിയും. അത് പാലക്കാട്ടുകാർക്ക് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. ജില്ലയുടെ മറ്റൊരു പ്രത്യേകത കാർഷിക മേഖലയാണ്. അപ്പോൾ കാർഷിക പ്രശ്നങ്ങൾ നിരവധിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്നാണ് ബി.ജെ.പി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ? തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി പദ്ധതികൾ കാർഷിക മേഖലയ്ക്കായിട്ടുണ്ട്. കർഷകർക്ക് സബ്സിഡിയോട് കൂടിയിട്ട് അവരുടെ യന്ത്രവൽക്കരണം നടപ്പാക്കാൻ പറ്റുന്ന നിരവധി പദ്ധതികളുണ്ട്. FPOകളുണ്ട്. സംസ്ഥാന സർക്കാർ ഇതൊന്നും FPOകളുടെ പ്രവർത്തനം, അതുപോലെ തന്നെ FPOകൾ വഴിക്ക് നടപ്പാക്കേണ്ട പദ്ധതികളൊന്നും കാർഷിക മേഖലയിൽ നടപ്പാക്കുന്നില്ല. കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ കിൻഫ്രയിൽ ഫുഡ് പാർക്ക് ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ആ ഫുഡ് പാർക്ക് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ മുതലമടിയിലെ
മാങ്ങാ കർഷകരെ രക്ഷപ്പെടുത്താൻ കഴിയും. പാലക്കാട് വേലന്താവളത്തും അതുപോലെ തന്നെ അട്ടപ്പാടിയിലുമെല്ലാം ഉള്ള പച്ചക്കറി കർഷകരെ രക്ഷപ്പെടുത്താൻ കഴിയും. ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അടക്ക കർഷകരുണ്ട്, അവരെ നമുക്ക് സഹായിക്കാൻ കഴിയും. ഇതെല്ലാം ഈ ഫെസിലിറ്റി എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ കാർഷിക മേഖലയിൽ ഇത്തരത്തിലുള്ള യൂണിറ്റുകൾ തുടങ്ങാൻ കഴിയും. ഇവിടെ കോൾഡ് സ്റ്റോറേജ് തുടങ്ങാൻ കഴിയും. കേന്ദ്ര ഗവൺമെൻറ് വലിയ സബ്സിഡി നൽകുന്നുണ്ട്. ഇതൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല. പകരം ഇവിടുത്തെ കർഷകരെ പറഞ്ഞു പറ്റിക്കലാണ് രണ്ട് മുന്നണികളും ചെയ്യുന്നത്. NDA ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ പാലക്കാടത്തെ കാർഷിക മേഖലയ്ക്ക് നെൽകർഷകർക്ക്, അതുപോലെ തന്നെ മാങ്ങാ കർഷകർക്ക്, അടക്ക കർഷകർക്ക്, നാളികേര കർഷകർക്ക്, വാഴക്ക കർഷകർക്ക്, ഇവർക്കെല്ലാം ആവശ്യമായിട്ടുള്ള പ്രത്യേക പദ്ധതികളും പാക്കേജുകളും ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും. അതിൽ 100% ഞങ്ങളുടെ ഉറപ്പാണത്. അപ്പം ഈ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം BJP ഒരു A ക്ലാസ് മണ്ഡലമാണ്. മാത്രമല്ല BJP ഒരു മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന മണ്ഡലം കൂടിയിട്ടാണ്. അപ്പം വിജയത്തിൽ കുറഞ്ഞൊന്നും ഇത്തവണ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലല്ലേ? കേവലം പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് മാത്രമല്ല, ഒറ്റപ്പാലം നഗരസഭയിൽ ഞങ്ങളാണ് പ്രധാന പ്രതിപക്ഷം. ഷൊർണൂർ നഗരസഭയിൽ ഞങ്ങളാണ് പ്രധാന പ്രതിപക്ഷം. അപ്പോൾ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ പ്രധാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എടുത്തു നോക്കിയാൽ അവിടുത്തെ പ്രധാന പ്രതിപക്ഷം ഞങ്ങളാണ്. അകത്തേത്ര പഞ്ചായത്ത്, മലമ്പുഴ പഞ്ചായത്ത്, മുണ്ടൂർ പഞ്ചായത്ത്, നിരവധി പഞ്ചായത്തുകളിലെ പ്രധാന പ്രതിപക്ഷം BJP ആണ്, UDF അല്ല. ഇവിടെ പ്രധാന മത്സരം വരുന്നത് INDA സഖ്യവും NDA മുന്നണിയും തമ്മിലാണ്. എതിരാളികൾ നിസ്സാരക്കാരല്ല. PB അംഗമാണ്, മറ്റേ സിറ്റിംഗ് MP ആണ്. ഇവിടെ നരേന്ദ്രമോദിയും ഇവിടെ നേതൃത്വത്തിലുള്ള NDAയും INDA സഖ്യവും തമ്മിലുള്ള മത്സരമാണ്. ഇവിടെ സ്ഥാനാർത്ഥികൾ അപ്രസക്തമാണ്. സ്ഥാനാർത്ഥികളെ ഈ രാജ്യത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെത്തണം. മോദി നൽകുന്ന വികസന പ്രവർത്തനങ്ങൾ പാലക്കാട് എത്തിക്കണം. അപ്പോൾ മോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടിയും ഇന്ത്യ സഖ്യവും തമ്മിലാണ് മത്സരം. ഇന്ത്യ സഖ്യത്തിൻ്റെ 2 സ്ഥാനാർത്ഥികളുണ്ട്, UDFൻ്റെ പേരിലും LDFൻ്റെ പേരിലും. NDAക്ക് ഒരു സ്ഥാനാർത്ഥിയേ ഉള്ളൂ. ചിന്നചേട്ടാ, ഈ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അടുത്ത സ്റ്റേജ് എങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ ഞങ്ങൾ NDA സംബന്ധിച്ചോളം 2ാം ഘട്ട പ്രചരണം ആരംഭിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും. ഞങ്ങൾ പദയാത്ര തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ 14 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള മണ്ഡലം തല പദയാത്ര കഴിഞ്ഞു. സംസ്ഥാന അധ്യക്ഷൻ്റെ ലോക്സഭാ മണ്ഡലം അടിസ്ഥാനത്തിലുള്ള പദയാത്ര കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ 2ാം ഘട്ടമായിട്ട് ഇപ്പോൾ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളെ കാണുന്നതിനുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൺവെൻഷനുകളും മറ്റുമായിട്ട് ഞങ്ങൾ വളരെ ശക്തമായിട്ട് വളരെ മുന്നിലാണ്. ഞങ്ങൾ പ്രചരണ കാര്യത്തിലായാലും ശരി, പ്രവർത്തന കാര്യത്തിലായാലും ശരി, 2 മുന്നണികളെക്കാളും വലിയ മുന്നിലാണ് ഞങ്ങൾ. ഏതെങ്കിലും കേന്ദ്ര നേതാക്കൾ, അങ്ങനെ BJPയുടെ മുതിർന്ന നേതാക്കൾ, പ്രധാനമന്ത്രി അടക്കമുള്ള, അമിത്ഷാജി അടക്കമുള്ള, അഖിലേന്ത്യാ അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ പാലക്കാട് മണ്ഡലത്തിലെ ലോക്സഭാ മണ്ഡലത്തിലെ പ്രചരണത്തിന് വരുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും പാലക്കാട് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ, കേന്ദ്ര നേതാക്കൾ മുഴുവൻ എത്തും. എന്തായാലും വളരെ നന്ദി കേട്ടോ. വിജയാശംസകൾ നേരുകയാണ്. സന്തോഷം. എന്തായാലും എല്ലാം ഗംഭീരമായിട്ട് അതുതന്നെയാണ്. വലിയ വിജയപ്രതീക്ഷയിൽ തന്നെ, അല്ലെങ്കിൽ വിജയത്തിൽ കുറച്ചൊന്നും NDA മുന്നണി ഇത്തവണ പാലക്കാട് മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നില്ല. ജില്ലയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെയും ഒപ്പം ആരോഗ്യ മേഖലയിലും വികസനം അടക്കമുള്ള വിഷയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് BJPയുടെ പ്രചരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ ഏട്ടന് എല്ലാ വിജയാശംസകളും നേരുകയാണ്.